ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കാറായപ്പോ ലാലേട്ടൻ ശ്രീധുവിന് ഒരു പണി കൊടുക്കുന്നുണ്ട്. ഇതുവരെ നോമിനേഷനിൽ വരാത്തത് ആരൊക്കെയാണ് എന്നൊരൊറ്റ ചോദ്യമാണ് ഈ വരുന്ന ആഴ്ച ശ്രീധുവിന് പണിയാവാൻ പോകുന്നത്. അപ്സരയും എണീറ്റ് നിന്നിരുന്നു ലാലേട്ടൻ ആ ഒരു ചോദ്യം ചോദിച്ചു. അപ്സരയും ശ്രീധുവുമാണ് എണീറ്റ് നിന്നത്. പക്ഷെ അപ്സര നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഉടനെ ഒന്നും അപ്സര പുറത്തു പോവില്ല. പക്ഷെ ശ്രീധു നോമിനേഷനിൽ വന്ന് ഇതേപടി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും പെട്ടി പാക്ക് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം ഇതുവരെ ശ്രീധു നിലപാട് തുറന്നു പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ സേഫ് ആയിട്ട് കളിച്ച് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്, ആരൊക്കെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്നിങ്ങനെ. സേഫ് ഗെയിമേഴ്സിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ശ്രീധുവിനെ നോട്ട് ചെയ്ത് വെക്കും. നോമിനേഷൻ നടക്കുന്ന സമയത്ത് പറയാൻ വേണ്ടി എന്തെങ്കിലും കാരണവും കണ്ടെത്തി വെക്കും. ഇത് ശ്രീധുവിനും അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പൊ പുള്ളിക്കാരിക്കും അറിയാം ഇതുവരെയുള്ള പെർഫോമൻസ് അത്ര കൊള്ളില്ല, കളിച്ച് തുടങ്ങണം എന്ന്. ഈ ആഴ്ച ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ച റോക്കിയും സിജോയും ഔട്ട് ആയില്ലായിരുന്നുവെങ്കിൽ യമുന റാണിയും ശ്രീരേഖയും പുറത്തു പോയേനെ. ചിലപ്പോ ശ്രീധു നോമിനേഷനിൽ വന്ന് ശ്രീധു പുറത്തു പോയേനെ. 2 സ്ട്രോങ് കണ്ടസ്റ്റൻസ് പുറത്തു പോയപ്പോ 3 സേഫ് ഗെയിമേഴ്സ് ആണ് അതിനകത്ത് ഇരിക്കുന്നത്. ബിഗ് ബോസ് മലയാളത്തിൽ ഇതിനൊന്നും ഒരു മാറ്റിപ്പിടിക്കലുമില്ല. എപ്പോഴും ഇതേ പാറ്റേൺ തന്നെയാണ് സേഫ് ഗെയിം കളിക്കുന്നവരുടെ കാര്യത്തില്.